കഴിഞ്ഞ 4 മാസക്കാലമായി നീചരാശിയിൽ സഞ്ചരിച്ചിരുന്ന ചൊവ്വ 2025 ജൂൺ 7-ാം തീയതി ശനിയാഴ്ച വെളുപ്പിന് 2:13 കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. ചിത്തിര 2-ാം പകുതിയും ചോദ്യം വിശാഖം 1/4 ഭാഗം അടങ്ങിയ തുലാക്കൂറുകാർക്ക് ചൊവ്വയുടെ 11-ാം ഭാവത്തിലെ സഞ്ചാരം കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. കർമ്മരംഗത്ത് വളർച്ച പ്രകടമാകും. സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാനും അതിലൂടെ അംഗീകാരവും കീർത്തിയും നേടുവാനും കഴിയും. ശത്രുക്കളെ പരാജയപ്പെടുത്തും. മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയം വരിക്കും. തൊഴിൽ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. സ്വയം തൊഴിൽ മേഖലയിൽ ധനവരവ് കൂടുന്നതാണ്. സംഘടനകളിൽ നേതൃപദവി ലഭിക്കുന്നതാണ്. ഗൃഹോപകരണങ്ങളും ആഭരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങും. ആരോഗ്യരംഗം തൃപ്തികരമായിരിക്കും. മനസ്സമാധാനവും സന്തോഷവും അനുഭവപ്പെടും. സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ചയുണ്ടാകും. പലതരം ഭാഗ്യാനുഭവങ്ങൾ ആകും കൈവരിക്കുവാൻ കഴിയുക. കുടുംബ അന്തരീക്ഷം ഐശ്വര്യപൂർണ്ണമാകും. തൊഴിൽ മേഖലയിൽ അംഗീകാരം വർദ്ധിക്കും. സംരംഭങ്ങളിൽ നിന്നും ആദായമുണ്ടാകും. വസ്തു വാങ്ങുവാനുള്ള ശ്രമം വിജയത്തിലെത്തും. കടബാധ്യതകളാൽ വലയുന്നവർക്ക് അതിൽ നിന്നുള്ള മോചനത്തിനുള്ള വഴി തെളിയുന്നതാണ്. വിദ്യാഭ്യാസത്തിൽ മികവ് പുലർത്തും. സഹോദര സ്നേഹം വർദ്ധിക്കും. സ്ഥാനമാനങ്ങൾ തേടിവരും. ദേഹസുഖവും ഭോഗസുഖവും പ്രതീക്ഷിക്കാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. വസ്തു വ്യാപാരം ലാഭകരമാകും. അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.